ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ദിയ കൃഷ്ണയുടെ ഇപ്പോൾ ട്രെൻഡിങ് ആയി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് അല്ലേ. ട്രെൻഡിങ് നമ്പർ 1 കിടക്കുന്ന വീഡിയോ ആണ് ഡെലിവറി സ്റ്റോറി. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ അടുത്തൊരു കാര്യം, നിങ്ങളൊരു ഭർത്താവാണെങ്കിൽ നിങ്ങൾ ഇത്തരം ഭാര്യയുടെ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ സാധിച്ചു കൊടുക്കുക. കാരണം അത്രയും പെയിൻഫുള്ളായൊരു മൊമെൻ്റാണത്. അപ്പോൾ ആ കുഞ്ഞ് വരുന്നത് കുടുംബത്തിനും അച്ഛനും അമ്മയ്ക്കും ഭർത്താവിനൊക്കെ ഒപ്പം നമുക്ക് ഒരുമിച്ച് കാണാൻ പറ്റുക എന്നുള്ളത് നല്ലൊരു ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ഭാഗ്യം കിട്ടാത്ത ഒത്തിരി പേരുണ്ട്. അങ്ങനെ ഒരാളാണ് ഞാനും. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഭാഗ്യം കിട്ടണമെന്നില്ല അല്ലേ. ഓക്കെ, ഫിനാൻഷ്യലി കുറച്ചുകൂടെ നന്നായിരിക്കണം. ഫിനാൻഷ്യലി ആയാൽ മാത്രമേ നമുക്ക് ഇത്ര സൗകര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ കിട്ടുള്ളൂ. സാധാരണ ഹോസ്പിറ്റലുകളിലൊന്നുമില്ല. പക്ഷേ എൻ്റെ ഒരു ആഗ്രഹം പറയുന്നത് ഞാൻ പറയാം, ഓരോ ഹോസ്പിറ്റലുകളിലും ഇതുപോലെയുള്ള ഓരോ ഇത് കുറച്ചുകൂടെ നമുക്ക് പൈസ കുറച്ചിട്ടും അല്ലെങ്കിൽ ഫ്രീ ആയിട്ടൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്ത് കൊടുക്കാം. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇനിയിപ്പോൾ അതൊന്നും ചെയ്ത് കൊടുക്കാൻ പറ്റില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് നന്നായിട്ട് പെരുമാറാനെങ്കിലും പഠിക്കുക. പ്രസവ സമയത്ത് വരുന്ന സ്ത്രീകളോട് കുറച്ചുകൂടെ മാന്യമായി പെരുമാറാൻ പഠിക്കുക. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ട് ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി പേർക്ക് ഈ ഡെലിവറി സമയത്തുണ്ടായിരുന്ന പെയിൻ എന്ന് പറയുന്നത് അവരുടെ വേദനയേക്കാൾ കൂടുതൽ കേട്ട വാക്കുകളായിരിക്കും അല്ലേ. എൻ്റെ ഒത്തിരി ഫ്രണ്ട്സിൻ്റെ സ്റ്റോറീസ് തന്നെ ഉണ്ട് എനിക്ക് പറയാനുള്ളത്. ഡെലിവറി സമയത്ത് നഴ്സുമാർ ചോദിച്ച ചോദ്യമുണ്ട്, നിനക്ക് കുട്ടി ഉണ്ടാവാൻ പോകുമ്പോൾ ഇതൊന്നും അറിയില്ലായിരുന്നോ? ഗർഭിണിയാവുന്ന സമയത്ത് ഇതൊന്നും അറിയില്ലായിരുന്നോ? ഇങ്ങനെ വേദന സഹിക്കേണ്ടി വരുന്നു? ഇങ്ങനെ ഇത്തരം ക്വസ്റ്റ്യൻസൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, അവരുടെ ഒരു മെൻറ്റാലിറ്റി ഞാൻ ആലോചിച്ച് നോക്കുന്നത്. എല്ലാ നഴ്സുമാരെയും പറയില്ല, പക്ഷെ ചില നഴ്സുമാർ അങ്ങനെ ഉണ്ട്. അപ്പോൾ ഈ ദിയയുടെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും സന്തോഷം തോന്നിയിട്ടോ. അവിടുത്തെ നഴ്സുമാരും ഡോക്ടർമാരും എല്ലാവരും നല്ല സപ്പോർട്ടായി നിന്ന്. അവരൊരു സെലിബ്രിറ്റിയാണ്, അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടാവും. പക്ഷെ എന്നാൽ കൂടെ ഇത്തരം കെയറിങ്ങുകളൊക്കെ എല്ലാ പെൺകുട്ടികൾക്കും കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം അത്രയും സ്ട്രഗിളിങ് ടൈമാണ് അല്ലേ. എന്താ പറയുക, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മറക്കാനാവാത്ത മൊമെൻറ്റ്, വേദനയുള്ള മൊമെൻറ്റ്, സന്തോഷം മൊമെൻറ്റും കൂടെ ഏതാണെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുന്നൊരു മൊമെൻറ്റാണ് ഡെലിവറി മൊമെൻറ്റ്. അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്കറിയില്ല. പണ്ടത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലായിരിക്കാം. ഓടിപ്പോയി പ്രസവിക്കുന്നു, 10 എണ്ണത്തിന് പ്രസവിക്കുന്നു. പക്ഷെ ഇപ്പോൾ ഒരെണ്ണത്തിന് പ്രസവിക്കാനേ കഷ്ടപ്പെടുന്നു. അത് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു ചേഞ്ചസ് ആണത് അല്ലേ. നമ്മുടെ ഇപ്പോഴത്തെ ജീവിത രീതിയായിട്ട് നമുക്ക് ടഫായി തോന്നും, പക്ഷെ പണ്ടത്തെ അവരുടെ ലൈഫ് സ്റ്റൈലിൽ അവർക്കത് ഈസി ആയിട്ട് തോന്നും. അപ്പോൾ അത്രയേ ഉള്ളൂ വ്യത്യാസം. ഇപ്പോൾ അത് ശരിക്കും ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് കേട്ടോ പ്രസവം എന്ന് പറയുന്നത്. പണ്ടത്തെ ആൾക്കാർക്ക് അത് വേദന സഹിക്കാനും ഇതിനൊക്കെ ഉള്ളൊരു പവർ ഉണ്ടെന്ന്. പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നമ്മുടെ ശരീരത്തിന് അത്തരത്തിലൊരു കാപ്പബിലിറ്റി ഇല്ല, അതാണ് സത്യം. അപ്പോൾ അതാണ് നമുക്ക് ഇത്രയും വേദനയായിട്ടൊക്കെ തോന്നുന്നത്. അപ്പോൾ എന്താ പറയുക, ഒരു ഹെൽത്തി ബേബിനെ കിട്ടാൻ നമ്മൾ എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ട് അല്ലേ ഒരു ഹോസ്പിറ്റലിൽ. ഇനി എൻ്റെ പ്രസവം എന്നൊക്കെ പറയുന്നത് ഒരു നോർമൽ സാധാ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലായിരുന്നു. എങ്കിൽ കൂടെ നമുക്കൊരു കെയറിങ് ഒന്നും കിട്ടിയിട്ടില്ല. നഴ്സുമാരുടെ ഭാഗത്തുനിന്നും വളരെ എന്താ പറയുക, നമ്മുടെ മൈൻഡ് ചെയ്യാത്ത രീതിയിലും ഇതൊക്കെ എല്ലാവർക്കും ഉള്ളതാണ്, നിങ്ങൾക്ക് മാത്രമല്ല വേദന, അങ്ങനെയൊക്കെയുള്ളൊരു ടോക്ക് ഞാൻ കേട്ടിട്ടുണ്ട്. ഡോക്ടർമാരെ കുറിച്ച് പറയുന്നില്ല, ഞാൻ നഴ്സുമാരെ കുറിച്ചാണ് പറഞ്ഞത്. എല്ലാ നഴ്സുമാരല്ല, ചില നഴ്സുമാർ കുറച്ചും കൂടെ അവിടെ അവർക്ക് എന്ത് ഫ്രസ്ട്രേഷനാണ് അവിടെ ഉള്ളതെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് തോന്നിയിട്ടുണ്ട് അവരുടെ പെരുമാറ്റം കണ്ടിട്ട്. പക്ഷേ എൻ്റെ 2ാമത്തെ ഡെലിവറി കഴിഞ്ഞ ഹോസ്പിറ്റലിൽ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. നഴ്സുമാർ നല്ല സ്വഭാവമായിരുന്നു, ഡോക്ടർ നല്ല സ്വഭാവമായിരുന്നു, സപ്പോർട്ടിങ് നിന്ന ആൾക്കാർ നല്ല സ്വഭാവമായിരുന്നു. എനിക്ക് വീട്ടുകാരില്ലെങ്കിൽ കൂടെ എനിക്ക് ആ ഒരു ഫീലിംഗ് ഒന്നും ഉണ്ടായില്ല. നന്നായി എന്നെ ഹെൽപ്പ് ചെയ്ത് എന്താ പറയുക, എന്നെ കംഫർട്ടബിൾ ആക്കി വെച്ചു. പക്ഷേ എൻ്റെ ആദ്യത്തെ പ്രസവത്തിൽ എന്താ പറയുക, ഞാൻ 10-20 മണിക്കൂർ ഒറ്റയ്ക്ക് എന്താ പറയുക ഒറ്റയ്ക്ക് സ്ട്രഗിൾ ചെയ്തെന്ന് പറയാം. നമ്മുടെ ആദ്യത്തെ പ്രസവം നമുക്കൊരു ഡിഫിക്കൽട്ട് ആവും എന്തായാലും. ആ സമയത്താണ് ശരിക്കും 2ാമത്തെ പ്രസവത്തിൽ നമുക്ക് വീട്ടുകാർ സപ്പോർട്ട് ഇല്ലാലും, പക്ഷേ ആദ്യത്തെ പ്രസവത്തിൽ നമുക്ക് വീട്ടുകാർ സപ്പോർട്ട് കിട്ടിയാൽ അത്രയും നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം മാക്സിമം നിങ്ങൾ ഒരു ഭർത്താവാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുടെ കൂടെ പ്രസവ സമയത്ത് അവരുടെ കൂടെ നിൽക്കാൻ ശ്രമിക്കുക. അപ്പോൾ അത് നല്ലൊരു എന്താ പറയുക, നമുക്കൊരു കൈത്താങ് എന്ന് പറയാം. അപ്പോൾ ആ ഒരു കൈത്താങ്ങാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത്. ശരിക്കും അത് പറയാൻ പറ്റില്ലാത്തൊരു മൊമെൻ്റാണ് കേട്ടോ. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് കുട്ടി വരുന്നത് കാണാം. നമ്മുടെ പെയിൻ നമുക്ക് എന്താ പറയുക, നമുക്ക് ആ സമയത്ത് എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും പിടിക്കണം. അത് മറ്റുള്ളവരെ പിടിക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് ഒത്തിരി പ്രോബ്ലംസ് വരും, കാല് വേദന എന്താ. അപ്പോൾ നമുക്കൊന്ന് മസാജ് ചെയ്ത് തരാനും ഒക്കെ നമ്മുടെ ഒരാൾ കൂടെ ഉണ്ടാവുക എന്ന് പറയുന്നത് അത് ശരിക്കും എത്രത്തോളം ഭാഗ്യമാണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ അല്ലേ. അത്ര
അത്രത്തോളം പെയിനാണ് ഈ ഡെലിവറി സമയത്ത് നമുക്ക് വരുന്നത്. ഓപ്പറേഷൻ സമയത്ത് പിന്നെ നമ്മൾ അബോധാവസ്ഥയിലായതുകൊണ്ട് നമുക്കിതൊന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ ആ സമയത്തില്ലെങ്കിലും ഈ നോർമൽ ഡെലിവറി ആണെങ്കിൽ നിങ്ങൾ മാക്സിമം കൂടെ നിൽക്കാൻ ശ്രമിക്കുക. ആ കുട്ടി വരുന്ന ആ കാഴ്ച നിങ്ങളും കൂടെ കാണാൻ നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടാവട്ടെ. അപ്പോൾ അതിലേക്ക് അങ്ങനെ ഭാഗ്യം ഉണ്ടായി. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഭാഗ്യം ഉണ്ടാവാൻ നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ. എല്ലാ സാധാരണ ഹോസ്പിറ്റലുകളും അങ്ങനെയുള്ള ഫെസിലിറ്റീസൊക്കെ വരട്ടെ. ഒന്നുമില്ലെങ്കിൽ നേഴ്സുമാരുടെ പെരുമാറ്റമെങ്കിലും ഒന്ന് മാറ്റണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതാണ് ഞാൻ പ്രധാനമായിട്ട് ഈ വീഡിയോ ചെയ്തത് തന്നെ. നിങ്ങൾ നോക്കിക്കേ, ഇത്തരം സെലിബ്രിറ്റീസ് ആയതുകൊണ്ടല്ല അവർ ആ ഹോസ്പിറ്റലിൽ പൊതുവെ നല്ല എന്താ പറയുക, വലിയ വലിയ ഹോസ്പിറ്റലിലൊക്കെ നമുക്ക് അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ സാധാരണ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഇപ്പോഴും അങ്ങനെയുണ്ട്, ഗവൺമെൻറ് ഹോസ്പിറ്റലിലും ഇപ്പം അങ്ങനെയുണ്ട്. പക്ഷേ ഇപ്പം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാനൊക്കെ ഡെലിവറി കടന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഞാൻ ഒത്തിരി ഫ്രണ്ട്സിൻ്റെ അടുത്ത് അവരുടെ ഡെലിവറി സ്റ്റോറി ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടിയതാണ് കേട്ടോ. പക്ഷേ ഹോസ്പിറ്റലിൻ്റെ പേര് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം അത് പറയുന്നത് ശരിക്കും മോശമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ പറയേണ്ട വിചാരിച്ചു ഞാൻ. പക്ഷേ അവരിതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ അവർ മാറ്റാൻ ശ്രമിക്കുക എന്ന് മാത്രമേ എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളൂ. ഒരു അമ്മ എന്ന് പറയുന്നത്, അതായത് ഡെലിവറി പെയിൻ കിടക്കുന്ന ഒരു കുട്ടിയുടെ അവസ്ഥ ഒരു പെണ്ണിന് മനസ്സിലാവുമല്ലോ. പെണ്ണ് തന്നെ പെണ്ണിൻ്റെ ശത്രു എന്ന് പറയുന്നത് ശരിക്കും ഇത്ര സാഹചര്യത്തിലൊക്കെ തന്നെ കേട്ടോ. ഒരു പെണ്ണ് പോലും പെണ്ണിനെ മനസ്സിലാക്കാത്തൊരു സിറ്റുവേഷൻ. ഓക്കെ, അപ്പോൾ ഇനി വരുന്ന തലമുറയെങ്കിലും നല്ല രീതിയിൽ എന്താണ് ഇത്തരം ഏത് രോഗികളോട് നല്ലപോലെ പെരുമാറണം. പക്ഷേ പ്രസവിച്ചെടുക്കുന്ന പെണ്ണുങ്ങളോടത്ത് അവർ മെൻ്റലി ഒറ്റയ്ക്കാണ്, അവർ ആരും ഇല്ലാതെ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്കൊരു സപ്പോർട്ടിന് എന്തായാലും വീട്ടുകാരില്ലാത്ത അവസ്ഥയിൽ നിങ്ങളുടെ നേഴ്സുമാരുടെ നല്ലൊരു സപ്പോർട്ട് വേണം. അല്ലാതെ പറ്റില്ല. അല്ലാതെയുള്ള ഡെലിവറി, ഈ സപ്പോർട്ടില്ലാത്ത ഡെലിവറി എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, അവർക്ക് അതൊരു വെറുപ്പ് തോന്നിയ സംഭവം മാറും. അത്രയും നമ്മളുടെ എത്രയോ അസ്ഥികൾ പൊട്ടുന്ന വേദനയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വൈഫിൻ്റെ കൂടെ ശ്രമിക്കാൻ നിൽക്കാൻ, അല്ലെങ്കിൽ പറ്റിയില്ലെങ്കിൽ നേഴ്സുമാർ എന്തായാലും ശ്രമിക്കണം നിങ്ങളുടെ സ്വഭാവം ഒന്ന് മാറ്റാൻ. എല്ലാ നേഴ്സുമാരെയും ഞാൻ പറയുന്നില്ല, എല്ലാവരും അങ്ങനെയല്ല. പക്ഷേ ചില നേഴ്സുമാർ ഇപ്പോഴും അങ്ങനെയാണ്. അവരുടെ മെൻറ്റാലിറ്റി എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ അവർ ഒന്നും കൂടെ മാറണം. ഇപ്പോൾ ദിയയുടെ സ്റ്റോറി നമ്മൾ കണ്ടു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ ഇങ്ങനെയൊക്കെയാണ് എന്നൊക്കെ. ഓൾറെഡി എല്ലാവർക്കും അറിയാമല്ലോ ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ നമ്മളിങ്ങനെ കൺമുന്നിൽ നമ്മളിങ്ങനെ കാണുമ്പോൾ നമുക്ക് അടുത്തറിയാവുന്ന ഒരാളാണ് ഇപ്പോൾ ദിയ എന്ന് പറയുന്നത്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും കാണുന്നൊരു കുട്ടിയാണ്. അപ്പോൾ ആളുടെ വീഡിയോ കാണുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റൂല്ലേ. അപ്പോൾ ശരിക്കും എനിക്ക് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നിയ ഒരു പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു അവരത് കാണിച്ചതുകൊണ്ട്. അപ്പോൾ ട്രെൻഡിങ് നമ്പർ 1 കിടക്കുന്ന വീഡിയോയും കൂടെയാണ്. അപ്പോൾ എല്ലാവരും ആ വീഡിയോ ഒന്ന് കാണാൻ ശ്രമിച്ച് വെക്കുക. മാക്സിമം ഭർത്താവിൻ്റെ കൂടെ ഇരുന്ന് കാണുക. നിങ്ങൾക്കും അങ്ങനെ ഒരു ഭാഗ്യം കിട്ടട്ടെ, കുടുംബത്തോടൊപ്പം ലേബർ സ്യൂട്ട് കിട്ടാൻ. എന്തായാലും എൻ്റെ അടുത്ത ഡെലിവറിയിലെങ്കിലും എനിക്ക് അങ്ങനെയാണെന്ന് ആഗ്രഹമുണ്ട്, നടക്കട്ടെ. അപ്പോൾ എൻ്റെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞെന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും ബാഡ് മൊമെൻ്റ് ഉണ്ടെങ്കിൽ എനിക്ക് അടിയിൽ കമൻറ്റ് ചെയ്യണേ, മറക്കരുത്. ഓക്കെ, നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ കൂടുതൽ വീഡിയോസായിട്ട് ഞാൻ വരും. അപ്പോൾ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ദെൻ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ തികച്ചും ഓരോ വീഡിയോയുമായിട്ട് വരുന്നതാണ് കേട്ടോ. ഓക്കെ.